വിശാൽ സർ, അതെ, ഈ കമ്പനി ചെയർപേഴ്സൺ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടിയാൽ ശരിയാവില്ല. ചെയർപേഴ്സന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യണം. ആ, ചിരിക്കാൻ പറഞ്ഞല്ല. ചെയർപേഴ്സണെ ഇടയ്ക്ക് ഓഫീസിൽ വരണം, എന്നിട്ട് ചുമതലപ്പെട്ട എല്ലാവരോടും ഓഫീസ് കാര്യങ്ങൾ ചർച്ച ചെയ്യണം. താൻ എന്താ ഞാൻ പറഞ്ഞതിന് മറുപടി ഒന്നും പറയാത്തത്? സത്യം പറയാലോ സർ, അവിടെ വന്ന് കുറേ നേരം വെറുതെ ഇരുന്നാ എനിക്ക് ബോറടിക്കും. ഇപ്പോ ഫയലിൽ ഒപ്പിടുന്ന ജോലി മാത്രമല്ലേ എനിക്കുള്ളൂ. അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ലല്ലോ. അതാ എൻ്റെ പ്രശ്നം. ഞാൻ ആദ്യം ഓഫീസിലെ ജോലിയൊക്കെ ഒന്ന് പഠിച്ചു വരട്ടെ. കൊള്ളാം. ഇവിടെ ഇരുന്നാൽ എങ്ങനെയാ ഓഫീസിലെ ജോലികളൊക്കെ പഠിക്കുന്നത്? താനൊരു കാര്യം ചെയ്യ്, എന്നോടൊപ്പം വാ, നമുക്ക് ഓഫീസിലേക്ക് പോവാം. അല്ല സർ, എനിക്ക് ഇവിടെ കുറേ ജോലികൾ ചെയ്യാനുണ്ട്. ഇവിടുത്തെ ജോലികളൊക്കെ വേറെ ആരെങ്കിലും ചെയ്തോളൂ. ഇവിടെ പാർവതി മാത്രമല്ലല്ലോ പെണ്ണായിട്ടുള്ളത്. അതുകൊണ്ട് എക്സ്ക്യൂസ് ഒന്നും പറയാതെ കൂടെ വന്നേ. വാ, വരാൻ വാ. സർ, നടക്ക്. മോനെ, നീ ഇറങ്ങിയോ? എന്താ അമ്മേ? വിശാൽ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? എടാ, ജാസ്മിന് അമേരിക്കയിലേക്ക് പോകാനുള്ള വിസയുടെ ഏർപ്പാടുകളെല്ലാം ശരിയായിട്ടുണ്ട്. ഫൈൻ. എന്നാ പോകുന്നത്? പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പൂർത്തിയാക്കാനുണ്ട്. എന്താ വേണ്ടേ? നിനക്കറിയാലോ, പോകുന്നതിന് മുമ്പ് 1 കോടി രൂപ ജാസ്മിന്റെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് കാണിക്കണം. ജാസ്മിൻ ഇപ്പോ അവളുടെ ഡാഡിയുമായിട്ട് പിണങ്ങിയിരിക്കുമല്ലേ. ആ സ്ഥിതിക്ക് ഈ തുക ഇവൾക്കിപ്പോ ഡാഡിയോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. വേറെ ഒരിടത്ത് നിന്ന് ഇത്രയും തുക അറേഞ്ച് ചെയ്യാൻ ഒരു മാർഗവും ഇല്ല. അതുകൊണ്ട് ഈ 1 CR മോൻ തന്നെ ജാസ്മിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ. അത് ഇന്ന് തന്നെ ജാസ്മിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നോ ഇഷ്യൂസ്. വിശാലിന് ഞാൻ കാരണം ബുദ്ധിമുട്ടായല്ലേ? അതല്ലേ പറഞ്ഞത് നോ ഇഷ്യൂസ് എന്ന്. തനിക്ക് വേണ്ടി 1 കോടി ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ എനിക്ക് ഒരു പ്രയാസമില്ല, സന്തോഷമുള്ളൂ. താനെ ഹാപ്പി ആയിട്ട് അമേരിക്കയിലേക്ക് പോയിട്ടോ. അതെ, ജാസ്മിൻ അമേരിക്കയിലേക്ക് പോകുന്നതിന് വേണ്ടി ബ്രോ എന്തിനാ 1 കോടി ജാസ്മിന്റെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? അതിനെന്താ ഗാർഗി? അല്ല, ജാസ്മിനെ ഇപ്പോ സുശീലാന്റി ദത്തെടുത്തിരിക്കുമല്ലേ? ആന്റിയുടെ മോളല്ലേ ജാസ്മിൻ? അപ്പോ ആന്റി അല്ലേ ഇത് ചെയ്യേണ്ടത്? ബ്രോയ്ക്ക് പകരം ആന്റി ജാസ്മിന്റെ അക്കൗണ്ടിലേക്ക് 1 കോടി ഡെപ്പോസിറ്റ് ചെയ്യണം. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എടി അത്താഴം മുടക്കി, വിശാൽ ജാസ്മിന് കൊടുക്കാന്ന് പറഞ്ഞ 1 കോടി രൂപ വിശാലിന്റെ ഔദാര്യമായിട്ടൊന്നും നീ കണക്കാക്കണ്ട. എനിക്ക് ഈ വീട്ടിലും ഇവിടുത്തെ സ്വത്തുക്കളിലും ഒരവകാശമുണ്ട്. അതിൽ നിന്ന് 1 കോടി രൂപ ഇപ്പൊ ജാസ്മിന് കൊടുക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. എന്താ വിശാലേ, അതില് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഏയ്, എന്ത് പ്രോബ്ലം? അപ്പോ ജാസ്മിന് കൊടുക്കുന്ന ഈ 1 കോടി രൂപ എന്റെ കണക്കില് മാറ്റിവെച്ചേക്ക്. ഓക്കെ? നിന്റെ സംശയം തീർന്നോ? എന്തിനാ ഈ കുറുമ്പ്? ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നാണല്ലോ. ആരെന്ത് ചോദിച്ചാലും കണക്ക് നോക്കാതെ എടുത്തു കൊടുക്കുന്ന ആളാ ബ്രോ.
അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഇപ്പോ കണക്ക് കൃത്യമായല്ലോ. ഉം. ഇവളെനിക്ക് പാരയായിട്ട് വരികയാണല്ലോ. ഇവക്കിട്ട് ഒരു പണി കൊടുക്കണം. ഇനി ഇവൾ എനിക്കെതിരെ ചലിക്കരുത്. ജാസ്മിൻ പറയുന്നതിൽ വാസ്തവം വല്ലതും ഉണ്ടോ? അമേരിക്കയിലേക്ക് പോകുന്നതിന് 1 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്യണോ? ഇതില് എന്തെങ്കിലും ചതി ഒളിഞ്ഞിരിപ്പുണ്ടോ? ജാസ്മിൻ, ഉച്ചയ്ക്ക് മുമ്പ് ക്യാഷ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യാം കേട്ടോ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ. പോയിട്ട് വാ മോനെ. പാർവതി വാ. നിനക്ക് സമാധാനമായല്ലോ അല്ലേ? അക്കൗണ്ടിൽ കാശ് വരുമ്പോ എന്നെ അറിയിക്കണം. ഞാൻ പറയാതിരിക്കും, അറിയിച്ചോളാം. ആന്റി, സുശീലാമ്മയ്ക്ക് എന്താ എന്നെ ഒരു വിശ്വാസമില്ലാത്ത പോലെ? രൂപ 1ഉം 2ഉം അല്ലല്ലോ, 1 കോടിയല്ലേ. എന്റെ പൊന്ന് ജാസ്മിനെ, പണം അക്കൗണ്ടിലേക്ക് വരുമ്പോ നീ ആളൊന്നും മാറല്ലേ, അതും കൊണ്ടങ്ങ് മുങ്ങല്ലേ. എന്റെ ആന്റി, ഞാൻ ഈ 1 കോടിയും കൊണ്ട് എവിടെ പോവാനാ? 1 കോടിയല്ല, 2 കോടി എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലും ഞാൻ ആന്റിയെ പറ്റിച്ച് മുങ്ങില്ല. പോരെ? ആ, ആന്റിക്ക് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാനത് നിറവേറ്റിയിരിക്കും. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്, ആ ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കുന്നത് വരെ, ഇവിടുത്തെ ആസ്തികൾ മുഴുവൻ നിങ്ങൾ സ്വന്തമാക്കുന്നത് വരെ ഞാൻ ഇവിടുന്ന് എവിടേക്കും പോവില്ല. സന്തോഷിച്ചോ? ആവോളം സന്തോഷിച്ചോ? പ്രഭാവതി, ഞാൻ ഇവിടെ നിൽക്കുന്നത് നിന്റെ കളികൾക്ക് കൂട്ടു നിൽക്കാനല്ല. എനിക്ക് വേണ്ടത് വിശാലിനെ. അവനും പാർവതിയും തമ്മിലുള്ള ബന്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് അവനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. വിശാലിനെ എൻ്റെ സ്വന്തമാക്കിയാൽ പിന്നെ ഞാൻ തീരുമാനിക്കും ഇവിടെ നിങ്ങളൊക്കെ വേണോ വേണ്ടയോന്ന്. എടോ, അല്ല, വെറുതെ നീ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. എന്താ? ഒന്നുമില്ല വിശാൽ സർ. ആ, അത് ഞാൻ വിശ്വസിച്ചു. താൻ എന്താ ആലോചിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. ജാസ്മിന് കൊടുക്കാൻ പോകുന്ന 1 കോടി രൂപയെക്കുറിച്ചല്ലേ താനിപ്പോ ചിന്തിക്കുന്നത്? എന്താടോ, താൻ അതിനെപ്പറ്റി അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. സാർ ജാസ്മിന് വാക്കുകൊടുത്ത സ്ഥിതിക്ക് ഇനി ഞാൻ എന്ത് പറയാനാ? അപ്പോ അതിനർത്ഥം തനിക്കതിനോട് വിയോജിപ്പുണ്ടെന്നല്ലേ? അമേരിക്കയിലേക്ക് പോകുന്നതിന് വേണ്ടി 1 കോടി രൂപ ബാങ്കിലെ നിക്ഷേപം വേണമെന്നുള്ള വിവരമൊന്നും എനിക്കറിയില്ല സാർ. എടോ, താൻ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുമൊന്നും വേണ്ട. ഇതിപ്പോ സുശീലാന്റിയുടെ പേരിലല്ലേ കൊടുക്കുന്നത്? ഹലോ, പറയൂ. ഇല്ലില്ല, മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം സെറ്റ് ചെയ്യാം.
എന്താ സാർ ഒന്ന് നിർത്ത്. എന്താ പാർവതി, എന്താ കാര്യം? സാർ ഒന്ന് വേഗം വണ്ടി നിർത്ത്. അതെ, ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് വിളിക്കാം. എന്താ പാർവതി, എന്താ പറ്റിയത്? നീ ആരെ ഈ തിരക്കുന്നത്? സാർ അയാള് ആരെയാന്ന്? സാർ പ്രഭാവതി അമ്മ ആദ്യ ഭർത്താവാണെന്ന് പറഞ്ഞ് ഫോട്ടോ കാണിച്ച ആളില്ലേ, ആ ആ ആളിനെ ഞാൻ അവിടെ കണ്ടു. എന്നിട്ട് എവിടെ? ഇതുവഴി ഇപ്പൊ പോയതേ ഉള്ളൂ. പക്ഷെ കാറ് നിർത്തിയപ്പോ കാണുന്നുമില്ല. ഇത്ര പെട്ടെന്ന് അയാൾ എവിടെ പോയതാ? പാർവതി, മരിച്ചയാൾ എങ്ങനെയാ തിരിച്ചു വരുന്നത്? അയാൾ മരിച്ചു പോയിന്ന് അമ്മ വ്യക്തമായി പറഞ്ഞല്ലേ? ഇല്ല, അയാൾ മരിച്ചിട്ടുണ്ടാവില്ല. അയാളെ ഞാൻ ഇപ്പൊ കണ്ടതല്ലേ. എന്നിട്ട് എവിടെ? അയാൾ അങ്ങോട്ടാ പോയത്. വിശാൽ സാർ ഒന്ന് വന്നേ, നമുക്കേ കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. ചിലപ്പോ അയാൾ ഏതെങ്കിലും ഷോപ്പിൽ കയറിയിട്ടുണ്ടെങ്കിലോ? പാർവതി, അറിയാലോ ഓഫീസിൽ ഒത്തിരി ജോലിയുള്ളതാ. നീ കയറിക്കേ, നമുക്ക് പോവാം. അല്ല, അയാള് ഇതിനൊക്കെ ഞാൻ എന്താ പറയുക? നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത് നിർത്തണം പാർവതി. മരിച്ച ആളെ ഇപ്പൊ ഇവിടെ കണ്ടു എന്ന് പറഞ്ഞ നീ എന്താ അമ്മയെ സംശയിക്കുകയാണോ? അമ്മ പറഞ്ഞൊന്നും നിനക്ക് വിശ്വാസമില്ലേ? അതെ, ഞാനൊരു കാര്യം പറയാം. ഭൂതകാലം ചികഞ്ഞുള്ള നിന്റെ ഈ സഞ്ചാരം നീ അവസാനിപ്പിക്കണം. അവസാനിപ്പിച്ചേ മതിയാവൂ. നീ പോയി കാറി കയറിക്കേ. നീ കേറുന്നില്ലേ? മോനെ വിപിനെ, എന്താ പറ്റിയത്? നോക്കട്ടെ. വിരല് മുറിഞ്ഞിട്ടുണ്ടല്ലോ. ശോ, ചോര വരുന്നുണ്ടല്ലോ. മുത്തച്ഛന് കാഴ്ചയില്ലല്ലോ. പിന്നെങ്ങനെയാ എന്റെ വിരൽ മുറിഞ്ഞത് മുത്തച്ഛൻ കണ്ടത്? കൃത്യമായി മുറിവേറ്റ വിരൽ തന്നെ ഈ തുണി വെച്ച് കെട്ടാൻ മുത്തച്ഛൻ എങ്ങനെയാ കഴിഞ്ഞത്? മോനെ, എനിക്ക് കണ്ണിന് കാഴ്ചയില്ലെങ്കിലും ചുറ്റിനും നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് നല്ല ശ്രദ്ധയുണ്ട്. അന്ധനാണെങ്കിലും അകക്കണ്ണിലൂടെ എല്ലാം ഞാൻ കാണുന്നുണ്ട്. ചേച്ചി, ചേച്ചി, എന്താ പ്രതാപ? ദേ നമ്മുടെ സിറ്റ് ഔട്ടിൽ ഒരു സംഭവം നടന്നിരിക്കുന്നു. എന്ത് സംഭവം? വിപിൻ അവിടെ ഇരുന്ന് ആപ്പിള് കട്ട് ചെയ്യായിരുന്നു. എന്നിട്ട് ആ, കട്ട് ചെയ്യുന്നതിനിടയ്ക്ക് അവന്റെ വിരലൊന്ന് മുറിഞ്ഞ് ചോര വന്നു. ആ, അയ്യോ,
എന്നിട്ട് ആ, അങ്ങനെ വെപ്രാളപ്പെടാനൊന്നുമില്ല. അത്ര കാര്യമായിട്ടുള്ള മുറിവൊന്നുമല്ല അവന്. ചേച്ചി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ശരി, നീ എന്താന്ന് വെച്ചാ തുറന്നു പറയാമോ? വിപിന്റെ വിരല് മുറിഞ്ഞ നേരത്ത് ആ കിളവൻ കണ്ണു കാണാത്ത ആള് കൃത്യമായിട്ട് അവന്റെ അടുത്ത് വന്നു. എന്നിട്ട് അയാളുടെ മുണ്ട് കീറിയെടുത്ത് ഏത് വിരലിലാണോ മുറിവ് പറ്റിയത് കൃത്യം ആ മുറിവിൽ തന്നെ വെച്ച് കെട്ടിക്കൊടുത്തു. അയ്യോ പാവം, കാഴ്ചയില്ലെങ്കിലും അയാള് കൃത്യസമയത്ത് തന്നെ വന്ന് ഉപകരിച്ചല്ലോ. ഓ, എന്റെ ചേച്ചി, അയാൾ ഉപകരിച്ചതാണോ ഇവിടുത്തെ വിഷയം? കണ്ണിന് തീരെ കാഴ്ചയില്ലാത്ത ഒരാൾക്ക് ഇതെല്ലാം കാഴ്ചയുള്ള ഒരാളെ പോലെ എങ്ങനെ ചെയ്യാൻ കഴിയുന്നു? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. എന്റെ സംശയം വിപിനുണ്ടായി. അവനെന്ന് അയാളോട് ചോദിക്കുകയും ചെയ്തു. അപ്പോ ആ കാഴ്ചയില്ലാത്ത ആള് പറയാ, കാഴ്ചയില്ലെങ്കിലും അകക്കണ്ണുകൊണ്ട് അയാൾക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയുന്നുണ്ടെന്ന്. അത് ശരിയാണല്ലോ. കാഴ്ചയില്ലാത്ത അയാൾ എങ്ങനെ വിപിന്റെ മുറിവ് കൃത്യമായിട്ട് വെച്ച് കെട്ടി? എടാ, നമ്മുടെ സംശയങ്ങൾ ശരിയായി വരികയാണോ? അതേ ചേച്ചി, നമ്മുടെ സംശയങ്ങൾക്ക് കഴമ്പുണ്ടെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. അയാൾക്ക് കാഴ്ചയില്ലെന്ന പരിഗണന കൊണ്ട് ഇങ്ങനെ നിസ്സാരമായിട്ട് വിട്ടാൽ ശരിയാവില്ല. അയാളെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം. അയാൾ ആരാണെന്ന് അറിയണം ചേച്ചി. അത് വേണം. നീ വന്നേ. ശേഖരമേനോനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ വിശാൽ സാറിനോട് പറഞ്ഞാലോ? പറഞ്ഞാ അത് കുഴപ്പമാവോ? ഉദയനൂരമ്മ, എന്താ ചെയ്യാ? ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ അമ്മ. അതെ, നറുക്കിട്ടെടുക്കാം, എന്നിട്ട് തീരുമാനിക്കാം. ആ പർച്ചേസ് രജിസ്റ്റർ ഫയൽ എടുത്തോ. ദാ. വിശാൽ സർ, ഒരു കാര്യം. എന്താ? ദാ, ഇതിൽ നിന്നും ഒന്നെടുത്തേ. എന്താ ഇത്? അതെ, നമുക്ക് ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോന്ന് ഒന്നറിയാനാ. അത് നോക്കാനൊന്നുമില്ല. അതെ, പെൺകുഞ്ഞായിരിക്കും. എന്നാലും ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്ക് സാർ, നോക്കട്ടെ. വെറുതെ എന്തിനാ ഇത്? ഒന്നുമില്ല, ചുമ്മാ ഒരു രസം. ഒന്നെടുക്ക്. ആ ശരി. ദാ. എൻ്റെ ഉദയനൂരമ്മ, ശേഖരമേനോനെ കുറിച്ചുള്ള സത്യങ്ങൾ വിശാൽ സാറിനോട് പറയാനുള്ള ധൈര്യം എനിക്ക് തരണേ. പോയോ?
പ്രതാപ, ശേഖരനെ കണ്ടെത്താൻ ഇനി എന്ത് മാർഗമാ നീ കാണുന്നത്? അതേപ്പറ്റി തന്നെ ചേച്ചി ഞാൻ ചിന്തിക്കുന്നേ. അടുത്ത കാലത്തായി ശേഖരന് ഒരു ഫോൺ കോൾ പോലും ചെയ്യുന്നില്ല. അയാൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നെങ്കിൽ അയാൾ എവിടെയാണെന്ന് വീണ്ടും ട്രേസ് ഔട്ട് ചെയ്യായിരുന്നു. ഇപ്പൊ അതിനും സാധിക്കുന്നില്ല. ചിലപ്പോ ശേഖരൻ വേഷം മാറി നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാവോ? ഉണ്ടാവോ? അതിനുള്ള ചാൻസാ ഞാൻ ആലോചിച്ചിട്ട് കാണുന്നത്. അയാൾ ഇവിടെ എവിടെയോ ഇരുന്ന് നമ്മുടെ നീക്കങ്ങളെ കൃത്യമായിട്ട് വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അന്വേഷിച്ചിട്ട് അയാളെ കണ്ടെത്താൻ സാധിക്കാത്തെ. പ്രതാപ, ഇനി കൂടുതൽ അകലത്തേക്കൊന്നും നമ്മുടെ അന്വേഷണം നീട്ടിക്കൊണ്ടു പോയിട്ട് കാര്യമില്ല. ഈ പരിസരത്ത് എവിടെയെങ്കിലും തന്നെ നമ്മൾ അയാളെ അന്വേഷിക്കണം. ഈ പരിസരത്തെന്ന് പറയുമ്പോൾ ഈ വീട്ടിൽ നിന്നും അന്വേഷണം തുടങ്ങണം. ഈ വീട്ടിലിപ്പോ സംശയിക്കാൻ പാകത്തിന് ശേഖരനെ, ആ കിളവനാണോ ചേച്ചി ഉദ്ദേശിച്ചേ? അയാളെ നമുക്ക് ഏതായാലും സംശയമുണ്ട്. ആ സംശയം നമുക്ക് തീർക്കണം.